സായി പോയി. സായി മാസം അടിച്ച് പോയി. സായി ആ മാസം കാണിച്ചില്ല. നിനക്ക് മാസാണ് വേണ്ടത്. ഇനി ഈ സ്റ്റിയറിംഗും ഈ മുന്നിലുള്ള സീറ്റും ഇത് എനിക്ക് സ്വന്തം. ഐ ആം ബാക്ക്. പുറത്തു നിന്ന് ഈ ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റന്റിനും റോസ്റ്റ് ചെയ്യണ സമയത്ത് ഇതായിരുന്നു ബിഗ് ബോസ് സംസാരിച്ചു. അകത്ത് പോയപ്പോ ശരിക്കും അയ്യോ എങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. കാര്യങ്ങളും അങ്ങനെ എങ്ങനെ കമന്ററി ക്രിക്കറ്റിൽ എന്ന് പറയുന്ന ആളെങ്കിൽ ഒരു ബാറ്റ് എടുത്ത് കൊടുത്തു സച്ചിനെ ഡ്രൈവ് പഠിപ്പിക്കും. പോയി ഡ്രൈവ് അടിക്കാൻ പറ്റുമോ? വിരാട് കോഹ്ലിനെ സിക്സ് അടിക്കാൻ പഠിപ്പിക്കും. സിക്സ് അടിക്കാൻ പറ്റുമോ? എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? അത് എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെയാണ്. അത് ഇവിടെ മാത്രമൊന്നുമല്ല. ബിഗ് ബോസിൽ ഉണ്ടായിരുന്നവരെയൊക്കെ വിമർശിച്ചപ്പോൾ സ്വയം ബിഗ് ബോസിലോട്ട് പോവാണ്. അപ്പം എനിക്കും വിമർശനങ്ങൾ വരുമെന്ന് പറയാലോ. ഡെഫിനറ്റ്ലി കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. ഏത് എക്സ്ട്രീമിലും പിന്നെ ട്രോൾ ചെയ്യും അല്ലെങ്കിൽ എനിക്ക് വിമർശനങ്ങൾ വരുന്ന എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത്രയും നന്നായി ചേരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ വിമർശിക്കുന്നതും അരിയാണ്, എല്ലാം അരിയാണ്. എൻഡ് ഓഫ് ദ ഡേ മോണിറ്ററി ബെനിഫിറ്റും ആയിരിക്കാം, ട്രാക്ഷൻ ആയിരിക്കാം. ശരി, അത്രേ ഉള്ളൂ. ഞാൻ വേറെ എന്റെ ലൈഫിൽ എന്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഇതൊന്നും ബാധിക്കാതിരുന്നതിന് എനിക്ക് വേറെ വിഷയം. ഓക്കെ, അപ്പൊ ഓക്കെ ഗൈസ്, ബൈ 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 ഗൈസ്.